പെട്രോൾ വില കുറയ്ക്കണമെന്ന കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിന് പിന്തുണയുമായി കോഴിക്കോട് തെരുവ് നാടകം അരങ്ങേറി. പകൽക്കൊള്ള എന്ന് പേരിട്ട നാടകത്തിലൂടെ കലാകാരന്മാരുടെ പ്രതിഷേധമാണ് ജനങ്ങളിലേക്ക് എത്തിയത്. തിരക്കുപിടിച്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പാഞ്ഞു വരുന്നു. പുറകിലൊരു സാങ്കല്പിക പെട്രോൾ പമ്പും. പെട്രോൾ അടിച്ചിട്ട് കാശ് കൊടുത്തില്ലെന്ന് കരയുന്ന മെഷീൻ. അമ്പരന്ന ജനങ്ങൾ കാര്യം തിരക്കിയപ്പോഴാണ് ഒരു വലിയ പ്രതിഷേധത്തിന്റെ കഥ അവർ പറഞ്ഞു തന്നത്. കൈരളി പീപ്പിളിന്റെ റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകം അരങ്ങേറിയത്. പകൽക്കൊള്ള എന്ന് പേരിട്ട നാടകം കാഴ്ചക്കാർക്ക് പകർന്നു നൽകിയത് നമ്മെ തന്നെ കാർന്നു തിന്നുന്ന വിലക്കയറ്റത്തിന്റെ ഭീകരമുഖത്തെയായിരുന്നു. പ്രതിഷേധിക്കാൻ മറ്റെന്തിനേക്കാളും നാടകത്തിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിനൊപ്പം ചേർന്ന് മുൻപോട്ട് പോവാൻ പ്രേരിപ്പിച്ചതെന്ന് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച മാവൂർ വിജയൻ പറയുന്നു. കലാകാരന്മാർ നടത്തേണ്ട പ്രവർത്തനം ഒരു ജനകീയ ചാനൽ നടത്തുന്നതിൽ അഭിമാനം തോന്നുന്നതായും അദ്ദേഹം പറഞ്ഞു. നമ്മൾ നടത്തുന്നത് ഒരു ജനകീയ ചാനൽ നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വളരെ അധികം ഇൻസ്പയറിങ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൽ വന്നത്. നമ്മൾ നടത്തേണ്ട പ്രവർത്തനം എന്ന് മൊത്തത്തിൽ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, പ്രോഗ്രസീവ് ആൾക്കാർ നടത്തേണ്ട ഒരു പ്രവർത്തനം മീഡിയ നടത്തുന്നു എന്നുള്ള ഒരു ത്രസിക്കുന്ന എക്സ്പീരിയൻസാണ് ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. DYFI കോഴിക്കോട് ടൗൺ ബ്ലോക്കും നവധാര തിയേറ്റേഴ്സും സംയുക്തമായാണ് നാടകം സംഘടിപ്പിച്ചത്. 6 പേർക്കൊപ്പം ഒരു ഓട്ടോയും നാടകത്തിൽ പ്രധാന വേഷത്തിൽ എത്തി. 15 മിനിറ്റോളമാണ് നാടകം നീണ്ടുനിന്നത്. റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധങ്ങളുടെ വിവിധ മുഖങ്ങളാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.